ഇതാണ് ഇന്നത്തെ സന്ദേശം. ഹല്ലേലൂയ. സോ ഈ സന്ദേശത്തില് 45 മിനിറ്റ്സുള്ള മെസ്സേജില് നമ്മൾ കടന്നു പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിലൂടെയാണ്. ജോൺ ചാപ്റ്റർ 11 നമ്മൾ കടന്നു പോകുന്നത്. അതിലെ ആരെങ്കിലും ഒരാൾ വായിക്കാം. 11 അധ്യായത്തിന്റെ നിങ്ങൾ ഇന്നുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വാക്യമുണ്ട്. മറിയയുടെയും മാർത്തയുടെയും ആ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ യേശു കർത്താവ് പറയുന്ന ആ അധ്യായത്തില് 2 വാക്യം ഇതുവരെയും ഒരു പാസ്റ്ററും നിങ്ങൾ പറയണം. ആ മെസ്സേജ് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന്. ഈ ഒരു വാക്യത്തിന്റെ അതിന്റെ 15ഉം 16ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാ എന്ന് പറഞ്ഞു. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാ എന്ന് പറഞ്ഞു. ആമേൻ. ഇത് ഈ മെസ്സേജ് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മുന്നമേ കേട്ടിട്ടുണ്ടോ ഈ വാക്യം? നമ്മളെല്ലാം എടുക്കുന്നത് മറിയയും മാർത്തയും യേശു ലാസർ മരിച്ചു, പിന്നെ താമസിച്ച് എന്താടാന്ന് ചോദിക്കുന്ന മെസ്സേജാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. എന്നാലും കർത്താവ്, എൻ്റെ ശോശാമേ, നീ 4 ദിവസമായെങ്കിലും മരിച്ചെങ്കിലും അതിന് ജീവൻ വെക്കുമടി എന്ന് പറയുന്ന മെസ്സേജാണ് നമ്മൾ കേട്ടത്. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് എടുക്കുമ്പോൾ 4 ഡയമെൻഷനിലേക്ക് ആ മെസ്സേജ് പോകുമെന്ന് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒരു ഡയമെൻഷൻ അനുഗ്രഹത്തിന്റെ മാത്രം ഒരു ഡയമെൻഷൻ, ഒരു ഡയമെൻഷൻ നമ്മളായിരിക്കുന്ന ആ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഒരു ഡയമെൻഷൻ. ഇല്ല, നിങ്ങൾ എല്ലാം ശരിയാവും, നമുക്ക് അന്നേരം ഒരു ആശ്വാസം ലഭിക്കും. ഓക്കെ, ഒരു ഡയമെൻഷൻ അതിന്റെ തിയറിറ്റിക്കലി പോവും. അതിൽ നടന്ന എന്താണ് ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമുക്ക് കേൾക്കുന്നത് പോലെ ഒരു ഡയമെൻഷനിലേക്ക് പോകും. മറ്റൊരു ഡയമെൻഷനാണ് ഹല്ലേലൂയ, അതിന്റെ സ്പിരിച്വൽ ആ പരിശുദ്ധാത്മാവിലിരുന്ന് ആ സമയത്ത് യേശു കർത്താവ് ഈ ഒരു അധ്യായം നമുക്ക് തരാൻ ഇടയായതിന്റെ കാരണം ആ ഡയമെൻഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന്. സ്തോത്രം, ആമേൻ. സോ ഈ വാക്യത്തിൽ പറയുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം, മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ മരിച്ചു. സോ മരിച്ചെന്ന് യേശു കർത്താവ് അറിയുന്നു. താഴേക്ക് വരുമ്പോൾ 13 വാക്യത്തിൽ പറഞ്ഞു, യേശു അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായെന്ന് പറഞ്ഞാൽ അതിന് ഒരു മാറ്റവുമില്ല. അതിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു ഡെപ്ത് ഉണ്ട്. സ്പഷ്ടമായിട്ട് അവരോട് പറയുകയാണ്, ലാസർ മരിച്ചുപോയി. ഒരു കുത്ത അവിടെ, ഡോട്ട. ദാറ്റ് മീൻസ് ലാസർ ഫിനിഷ്. ഈ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി ലാസർ. ഇനി അവന് ജീവനില്ല, സഹോദരിമാരെ വിട്ടുപോയി, ഇനി അടക്കുക. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ചിന്തിച്ചോ? ഹല്ലേലൂയ. അവരുടെ വിശ്വാസം, യേശു കർത്താവ് വന്നാൽ അവൻ ജീവിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ അവർ അടക്കത്തില്ലായിരുന്നു. പക്ഷെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരെന്ത് ചെയ്തു? അവനെ അടക്കി. ഓക്കെ, അപ്പോൾ ഇപ്പൊ യേശു അറിഞ്ഞു. അപ്പോൾ അവരോട് പറയണ, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. ഈ ഒരു കാര്യം പലർക്കും നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഇത് മനസ്സിലാകുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ എന്നുള്ളിടത്ത് എല്ലാവരും വട്ടമിട്ടാട്ടെ, നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. വിചാരിച്ചു എന്നുള്ളതിന്റെ അടിയിൽ വട്ടവും, നിങ്ങളെ എന്നുള്ളിടത്ത് വട്ടവും ഇടുക. അപ്പോൾ അതിന്റെ മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും ഹൃദയത്തിലേക്ക്. നല്ലതായിട്ടൊന്ന് ചിന്തിച്ചേ. യേശു കർത്താവ് പറയാണ്, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണ് 4 ദിവസം താമസിച്ചത്? എൻ്റെ ശിഷ്യന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ലാസറിന്റെ സഹോദരിമാരെ 4 ദിവസം ഞാൻ കരയിപ്പിച്ചതും 4 ദിവസം അവനെ മരണത്തിലേക്ക് ഞാൻ കടത്തിവിട്ടതും നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു സന്തോഷം എനിക്ക് തരാനുണ്ട്. ആ സന്തോഷം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ലാസറിന്റെ മരണവും മറിയയുടെയും മാർത്തയുടെയും അവരുടെയുള്ള സഹോദരങ്ങളുടെയും നിലവിളിയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആരൊക്കെയോ ജീവൻ വെക്കാനിരിക്കുന്നു. അതുകൊണ്ടാണ് ചില മരണങ്ങൾ സംഭവിച്ചത്.
ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക. സ്തോത്രം. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ചീഞ്ഞ നാറ്റവും മരണകരമായ പാശവും നമ്മളെ കണ്ടുമുട്ടിയെങ്കിൽ, നമ്മൾ അവസ്ഥയിലൂടെ പോയെങ്കിൽ ഓർത്തോണം, ഇതൊരു സന്തോഷത്തിന് കാരണമാണ്. ഇതിനൊരു സമയവും ഒരു പീരീഡും ദൈവം വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ മീനിങ് മനസ്സിലായല്ലോ. അടുത്ത വരി, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. അപ്പോൾ നിങ്ങൾ വിശ്വസിപ്പാൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്താട്ടെ. എന്തുവാണ് നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് അതിന്റെ അർത്ഥം ഈ ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും ഈ ഒരു ജീവിതത്തിന്റെ ആ ഒരു നടന്ന സംഭവത്തിലൂടെ യേശു കർത്താവ് നമ്മളോടാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ബൈബിളിൽ ഉടനീളം എഴുതി വെച്ചിരിക്കുന്നത് നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, തോമസിനെ കുറിച്ച് അറിയാം. തോമസിന് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വാസം വരത്തില്ല. തോമസ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, ഇന്ന് തൊട്ടട്ടെ, ഞാൻ എൻ്റെ കൈ ഒന്ന് തൊട്ടോട്ടെ, ഞാനൊന്ന് നോക്കിക്കോട്ടെ, നീ തന്നെ ആണോ എന്നൊരു സംശയം തോമസിന് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് 5-10 വിരല് പോലെ തന്നെയാണ് യേശു കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാരും. പത്രോസും യോഹന്നാനും യാക്കോബും എല്ലാവരും ഡിഫറെന്റ്, യൂദായും എല്ലാം ഡിഫറെന്റ് ടൈപ്പിലുള്ള കൺഫ്യൂഷനും വിശ്വാസത്തിലും ഇരിക്കുകയാണ്. അവരുടെ ആ ഇംബാലൻസിൽ ഇരിക്കുന്നവരാണ്. അവരെ ഒറ്റ വിശ്വാസത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുവരണം. ഏത് വിശ്വാസം? മരിച്ചാലും ജീവിപ്പിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. നിന്റെ ഏത് അവസ്ഥയ്ക്കും ഒരു താമസം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. ഹല്ലേലൂയ. താമസിക്കും തോറും എൻ്റെ ജീവിതത്തിൽ പലരും ചോദിച്ച ചോദ്യമാണ്. പലരും എന്നിൽ നിന്നും മാറിപ്പോകാൻ 16 വർഷത്തില് ആ ഗ്ലോറിയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവരും സ്കാറ്റേർഡ് ആയി പോകും. മോശ ദൈവത്തിന്റെ ഗ്ലോറിയുടെ ആ ഇരുളിലേക്ക് അകത്തോട്ട് ചെന്നപ്പോൾ ജനം ഓടിപ്പോയെന്ന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് ഇടപെട്ട വാക്യമാണ്. ഗ്ലോറിയുടെ അടുത്തേക്ക് മാത്രം മോശയ്ക്കേ പോകാൻ പറ്റൂ, ജനത്തിന് ഈ ഇരുളിലേക്ക് കയറാൻ പറ്റത്തില്ല. കാരണം ജനത്തിന് ഈ വെളിപ്പാടില്ല, ജനത്തിന് ആ ആഴവും മർമ്മവും മനസ്സിലാകത്തില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോഴ് ഒരു ലേറ്റ് ആകുന്നതിന്റെ അർത്ഥം ദൈവം ഒരു പർപ്പസിന് വേണ്ടി നിന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുവെങ്കിൽ നിന്റെ ജോലിയാണ് വെയിറ്റ് ചെയ്യാന്നുള്ളത്. നിന്നെ വെയിറ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് അറിയിക്കുവാൻ വേണ്ടി, നിനക്ക് തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം 4 സൈഡിൽ നിന്നും നിന്നെ കുത്താനും സപ്രസ് ചെയ്യാനും തുടങ്ങും. പ്രസ്സിങ് വരും. ദാറ്റ് ടൈം നമ്മൾ വേണമെങ്കിൽ ഗിവ് അപ്പ് ചെയ്യും. പറ്റത്തില്ല കർത്താവിന്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയും മതി കർത്താവ് എന്ന് പറയും. പക്ഷെ ഈ ദിവസങ്ങളിൽ മതി എന്നല്ല പറയുന്നത്, ഗിവ് മീ മോർ. എത്ര മോറുണ്ടോ അത്രയും ഗ്ലോറിയ വെളിപ്പെടുന്നതെന്ന് മനസ്സിലായപ്പോൾ സത്യം നമ്മൾ അറിയുകയും ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പറഞ്ഞു, വി ആർ ഗ്രോയിങ് ടുഗെദർ. നമ്മൾ എല്ലാവരും ഒരുമിച്ചാ വളരുന്നത്. എന്നിലൂടെ നിങ്ങൾ വളരുന്നു, നിങ്ങളിലൂടെ ഞാൻ വളരുന്നു, നമ്മൾ എല്ലാവരും ഒരുമിച്ച് വളരുന്നു. പലരിലൂടെയും നമ്മുടെ പ്രപഞ്ചത്തിലൂടെയും നമ്മൾ വളരുന്നു, പ്രപഞ്ചത്തിലൂടെയും നമ്മൾ വളരുന്നു. ഒരു മനുഷ്യനോട് ചോദിച്ചു, ഒരു മനുഷ്യൻ സന്തോഷമില്ലാതെ കുത്തിയിരിക്കുകയാണ്. അപ്പോഴ് ഡിപ്രഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തെ ഒരു പാസ്റ്റർ കണ്ടുമുട്ടുവാൻ ഇടയായി. അദ്ദേഹം ചോദിച്ചു, ആ പാസ്റ്ററിന്റെ ഹൃദയത്തിലേക്ക് തോന്നി ആ മനുഷ്യനെ പോയി ഒന്ന് സംസാരിക്കാനായിട്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നീ മുഖം കുനിഞ്ഞിരിക്കുന്നത്, വീട്ടിൽ പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഞാൻ എല്ലാം തകർത്ത് ഭാര്യനെ മക്കളെല്ലാം ആടി ചോദിക്കിയിട്ട് ഞാൻ എല്ലാം വിറ്റിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കിയ മനുഷ്യനാ. എനിക്ക് ഒരു സമാധാനമില്ല. എനിക്ക് മരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ട്രാക്കിലൊക്കെ ചാടാൻ പേടിയാണെന്ന് പറഞ്ഞു. എന്തോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴ് പാസ്റ്റർ പറഞ്ഞു, മോനെ, നീ പ്രപഞ്ചത്തെ ഒന്ന് നോക്കാൻ പറഞ്ഞു. നീ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ മാനുഷികമായ പ്രവർത്തികൾ, ബിൽഡിങ്ങുകള്, ടെക്നോളജികള്, എല്ലാവരുടെയും കയ്യിൽ ലാപ്ടോപ്പ്, ടാബ്, ഭയങ്കര സെക്യൂരിറ്റി ഡ്രസ്സുകള്, അംബാനിയൊക്കെ നോക്കുമ്പോൾ നിനക്ക് ദുഃഖമാ, നീ ഒന്നും ആയില്ലല്ലോ എന്നോർത്ത്. പക്ഷെ നീ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിക്കേ, ആകാശത്തെ നോക്കിക്കേ, ചന്ദ്രനെ നോക്കിക്കേ, സൂര്യനെ നോക്കിക്കേ, നദികളെ നോക്കിക്കേ, ദൈവത്തിന്റെ സൃഷ്ടികളെ മാത്രം ഒന്ന് നോക്കിക്കേ, മനുഷ്യ സൃഷ്ടിയെ ഒന്ന് മാറ്റിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്ത് കാണുന്നു നീ? നദി നല്ലതായിട്ട് ഒഴുകുന്നു, ഒരിക്കലും നിൽക്കുന്നില്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അത് മനുഷ്യന് തടയാൻ പറ്റുമോ? ഇല്ല, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. സൂര്യൻ അതെന്നും വരും, അതിനെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല. ചന്ദ്രൻ എന്നും വരും, ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഇല്ല. മഴ അത് കാലാകാലങ്ങളിൽ വരും, തടയാൻ പറ്റുമോ? ഇല്ല. കാറ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും, അതിനെ തടയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നീ എന്തിനോർത്താണ് വിഷമിക്കുന്നത്? ഇത് ദൈവം തന്നിരിക്കുന്നത് നാച്ചുറലായ കാര്യങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. മാനുഷികമായ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ നീ ഡിപ്രഷനിലാണ്. അപ്പൊ പറഞ്ഞു, നീ എന്ത് ചെയ്യണം?
ഞാനപ്പോൾ എഴുന്നേൽക്കണം, എൻ്റെ അകത്തൂടെ ഒരു പോസിറ്റീവ് എനർജി ഇപ്പോൾ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആ പോസിറ്റീവ് എനർജി കയറി പിടിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു യെസ് ഐ ക്യാൻ ഡു മോർ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പോഴും 60 വയസ്സായി. അപ്പച്ചന് പെൻഷൻ പറ്റിയപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാതായത്. മക്കൾക്കും എല്ലാം പണത്തിന്റെ അടിയും ബഹളമായി. അങ്ങനെ അദ്ദേഹം എല്ലാം വിട്ടിട്ട് ഇറങ്ങി വന്നതാ. അപ്പോഴ് അദ്ദേഹത്തിനോട് ആരോ ഓഫീസിൽ പറഞ്ഞു റിട്ടയർ ആയി കഴിയുമ്പോഴാണ് നമ്മളെ ആർക്കും ഇഷ്ടമില്ലാത്തതെന്ന്. അത് മൈൻഡിലിരുന്നിട്ട് ഈ പ്രശ്നവും കൂടെ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എല്ലാം കൂടെ ഒരു വായിച്ച് കിട്ടി. അദ്ദേഹം ഇറങ്ങിപ്പോയതാ. പക്ഷെ പോസിറ്റീവ് എനർജി വന്നപ്പം അദ്ദേഹം മടങ്ങി വന്നു. ഭയങ്കര ശക്തനായ ഒരു ദൈവദാസനായി നോർത്ത് ഇന്ത്യയിൽ മാറിയെന്നാണ് അദ്ദേഹം. ഹല്ലേലൂയ. അന്നേ തൊട്ട് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇതാണ്, പോസിറ്റീവ് തിങ്കിങ്, പവർ ഓഫ് ദ പോസിറ്റീവ് തിങ്കിങ്. ഹല്ലേലൂയ. അപ്പൊ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോയത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് അനേക പേരെ കൊണ്ടുവരാൻ പറ്റിയത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഏത് അവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നോ ആ അവസ്ഥയിലുള്ള മനുഷ്യരെ റെസ്ക്യൂ ചെയ്യാനാണ് ദൈവത്തിന്റെ പദ്ധതി. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സോ ഇവിടെ പറയാണ്, നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. 15-ാമത്തെ വാക്യം 11 യോഹന്നാൻ. നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. ദാറ്റ് മീൻസ് മനുഷ്യർക്ക് ദൈവത്തോടുള്ള വിശ്വാസം കുറയുമെന്നുള്ളതിന്റെ കാരണമാണ് അത് കാണിക്കുന്നത്. ഇന്ന് നമ്മളോട് പറയാണ്, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒരു സെന്റൻസ് ആഡ് ചെയ്യും, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ. എന്നോട് ഒരെണ്ണം പറഞ്ഞാല് അവർക്ക് 2 ക്ലാസ് ഞാൻ കൊടുക്കും. കാരണം അവരെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം ഇന്നത്തെ പാസ്റ്റേഴ്സും പാസ്റ്റർമാരും വിശ്വാസികളും ശുശ്രൂഷ ചെയ്യുന്നവരും പറയുന്നത് ആ ഒരു വേർഡ് കേൾക്കാനായിട്ട് അവർ വെയിറ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാം പറയുന്നത് എല്ലാം കേട്ടിട്ട് അവരുടെ ദൗത്യം വല്ലതും അവർക്ക് കൈമാറ്റം ചെയ്തോന്ന് അവർ നോക്കുന്നത്. അവസാനം പറയും എന്നാലും എല്ലാം ശരിയാണ് പാസ്റ്റർ, എനിക്ക് വേണ്ടി എന്റെയും കുടുംബത്തെ ഓർക്കണേ, പ്രാർത്ഥിക്കണേ എന്ന് പറയും. അപ്പൊ പാസ്റ്റർ യെസ് ഐ ഡിഡ് ഇറ്റ്, യെസ് എന്നോട് പ്രാർത്ഥന ചോദിച്ചു. ദാറ്റ് മീൻസ് അവള് വീക്കാണ്. അപ്പോഴത്തേക്ക് സിസ്റ്ററെ 3 ദിവസം ഉപവാസം സിസ്റ്ററിന് വേണ്ടി ചെയ്യാമെന്ന് ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചിരിക്കാൻ. നിങ്ങൾ വിചാരിക്കും നാടകത്തിൽ പോയെങ്കിൽ അഭിനയിക്കാൻ. നാടകവും ഇടയ്ക്ക് ചെയ്യണം. ഉപമകളിലൂടെയാണ് യേശു കർത്താവ് സംസാരിച്ചത്. പാസ്റ്ററേ, അച്ചായ 50,000 അയച്ചു കൊടുക്കണം. ഈ നമ്മുടെ അയലസിയോ നമ്മുടെ ബന്ധുക്കളോ ഒറ്റവരാണ് നമ്മുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ച ലൂസി പോലും നമ്മളോട് ചോദിച്ചില്ല നിനക്ക് വേണ്ടി ഇവര് പൈസ ചോദിച്ചോടി? പൈസ ചോദിച്ചിട്ടില്ല അപ്പച്ചാ, പൈസ ചോദിച്ചില്ല, കൊടുക്കണം നമുക്ക്. 3 ദിവസം പ്രവചനങ്ങളും അങ്ങ് ഇടിയിരുന്നു. കാരണം മോൻ ജർമ്മനിയിലാണെന്നും ഭർത്താവ് അമേരിക്കയിലാണെന്നും നല്ലതായിട്ട് അറിയാമായിരുന്നു പാസ്റ്ററിനും പാസ്റ്ററിന്റെ ഭാര്യയ്ക്കും. എല്ലാം കഴിഞ്ഞപ്പോഴ് പാസ്റ്റർ പറഞ്ഞു, ഞാന് ശരിയാണ് ലൂസി സിസ്റ്ററെ, ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പാസ്റ്ററിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, മോന് ജർമ്മനിയിലാണല്ലേ. അപ്പൊ തന്നെ എല്ലാം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ പോകാനുള്ള കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചു കൊടുക്കാമോ എന്നായിരുന്നു ചോദിച്ചത്. അപ്പം നോ പറയാനും പറ്റത്തില്ല. അങ്ങനെ അത് ക്രമീകരിച്ചു കൊടുത്തു. സ്തോത്രം. അതോടുകൂടി ഇവരങ്ങ് 2 സ്തോത്രം. മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റ് പറയുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സിനെയാണ് പിശാചിന്റെ മുമ്പിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത്. പ്രാർത്ഥന റിക്വസ്റ്റ് പറയാൻ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അനുഭവങ്ങളും വിഷമങ്ങളും ഉണ്ട്. ഞാനൊരു വ്യക്തിയാ, എന്റെ ജീവിതത്തിൽ ഈ 1 കോടിയുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ ഈ ലെഫ്റ്റ് ഹാൻഡ് വർക്ക് ആവാതെ എമർജൻസിയിൽ എന്നെ കൊണ്ടുപോയി. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? അവര് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്റെ മക്കളെയും കൊണ്ട് എവിടെ പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെയൊക്കെ പോകാൻ പറഞ്ഞു. അവിടെ എല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്നോട് ഒരു സിസ്റ്റർ മെസ്സേജ് അയച്ചു. ആരാണെന്നൊന്നും പേര് പറയത്തില്ല. എന്റെ സിസ്റ്ററെ 24 മണിക്കൂർ ലൈവിലിരുന്ന് എന്റെ പാസ്റ്റർ എന്താ മിണ്ടാതിരിക്കുന്നേ, ഒന്ന് വന്നോ എന്തെങ്കിലും ഒന്ന് പറയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ദേ 5 മിനിറ്റിനകത്ത് വരുന്നു. എല്ലാം കൂടെ കുഴച്ചപ്പോൾ ഒരു പരിപാടി അങ്ങ് കിട്ടി. ഞാൻ ദേ വന്നു ലൈവില്. സ്തോത്രം. ആമേൻ. ദാറ്റ്സ് ഇറ്റ്. അതോടുകൂടെ വേദന അങ്ങ് പോയി. ഞാൻ ആ വേദനയെ താലോലിച്ച് അവര് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി 21 ദിവസം ഇത് ഫിസിയോതെറാപ്പിയും ചെയ്ത് രാവിലെയും വൈകിട്ടും ഹസ്ബൻഡ് കൊണ്ടുപോകണം, വരണം, പിന്നെ ട്രസ്റ്റ്, പിന്നെ കാര്യങ്ങൾ. ഇവനങ്ങ് സന്തോഷമോ. ഞാൻ പറഞ്ഞു എടേ പോടേ, വേദന വരും, വേദന പോവും, ഖാലി വലി പോടേ, എനിക്ക് വേറെ പണിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ആമേൻ. സോ നെവർ ഗിവ് അപ്പ്. ഓക്കെ, നമ്മളപ്പോൾ ഈ മെസ്സേജിലേക്ക് പോവുകയാണ്. അതിന്റെ 16-ാമത്തെ വാക്യം. ദിദിമോസ് എന്ന് പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ആ വാക്യം ഒന്ന് വായിച്ചേ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആത്മാവിലിരുന്നു കൊണ്ട് ആ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ പേരുകളെ പറയണം. റാണി എന്ന് പേരുള്ള റാണി മോള് തന്നെ സഹശിഷ്യന്മാരോട് നിങ്ങൾ പറയുകയാണെന്ന്. നിങ്ങളുടെ ക്ലെയിം എന്താണ്?
അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇന്നത്തെ ദൈവഭക്തന്മാരെ കുറിച്ച്, ലീഡേഴ്സിനെ കുറിച്ച്, ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ നിങ്ങൾ ഏത് മരണത്തിന്റെ അവസ്ഥയിലൂടെ പോയാലും ഒരു ബെനിഫിറ്റ് ഉള്ളത്, ഈ സർവശക്തന്റെ കരം നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കും. അത് കൺഫർമേഷനാ. അത് റാണിയുടെ ജീവിതത്തിൽ നിന്ന് പറയാണ്. 16 വർഷത്തെ, ഇപ്പൊ 17-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പറയാണ്, ദർശനത്തിന് അവധിയുണ്ട്, അത് വന്നതൊന്നുമില്ല. അപ്പോൾ ആളുകൾ എങ്ങനെയാ ചുരുട്ടിക്കൂട്ടുന്നത്, ആളുകൾ എങ്ങനെയാ തുപ്പുന്നത്, ആളുകൾ എങ്ങനെയാ ഓടിച്ചു വിടുന്നത്, ആളുകൾ പറയും ഇപ്പം പിന്നെ അങ്ങനെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ സ്റ്റാൻഡ് മാറ്റണം, നിങ്ങൾ പറയുന്ന സ്ലാങ് മാറ്റണം, നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് മാറ്റണം. നോ വേ. അതിൽ തന്നെ ഇന്നും നിൽക്കും, നാളെയും നിൽക്കും. ഹല്ലേലൂയ. കുറുക്കന്മാരെ നിങ്ങൾ ഓടിപ്പോവും. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നു. അവൻ എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യം അവൻ അറിയാം എന്താണെന്ന്. അപ്പോൾ ഈ ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയില് ഒരു പാസ്റ്ററും ഒരു പാസ്റ്ററമ്മയും ഡിക്ലെയർ ചെയ്യുന്നില്ല. എന്നാൽ യേശു കർത്താവ് വെച്ചിരിക്കുന്നത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാനാണ്. ഇതാണ് എൻ്റെ ജീവിതം. എനിക്ക് A1 ഡേയിൽ കർത്താവ് തന്ന ബാനറാണ്, ഫസ്റ്റ് ഡിനൈ യുവർ സെൽഫ്, ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. അവനോട് അടുക്കും തോറും ക്രൂശ് വർദ്ധിക്കും. ആ ക്രൂശിനനുസരിച്ച് അവന്റെ ഗ്ലോറി നമ്മളിലൂടെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഞാൻ ചിലരുടെ ജീവിതങ്ങളെ കുറിച്ച് പറയാം. ചിലരുടെ ജീവിതങ്ങളില് ദാനിയേലിനെ ഒരു രാത്രിയിലാണ് സിംഹക്കൂട്ടിലിട്ടത്. സ്തോത്രം. ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ദൈവത്തെ ആ രാജാവിന് മഹത്വപ്പെടുത്താൻ ഇടയാക്കി. ആയോ ഇല്ലയോ? ഒറ്റ രാത്രി കൊണ്ട് പറ്റിയോ? സ്തോത്രം. യോസഫിനെ 13 വർഷക്കാലമാണ് അവന്റെ തടവറയുടെ ഒരു അനുഭവം ദൈവം അനുവദിച്ചത്. അവന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായോ? സ്തോത്രം. ഹല്ലേലൂയ. 38 വർഷമായി കുളക്കടവിലിരുന്ന ആ രോഗി, തളർവാദ രോഗിക്ക് 38-ാമത്തെ വർഷം ദൈവത്തിന്റെ വൻ പ്രവൃത്തി ഉണ്ടായപ്പോഴ്, അത്രയും നാൾ അവനെ തള്ളിയിട്ട് ചവിട്ടിയിട്ട് അവന്റെ മുമ്പിൽ ഇരുന്ന് ടെസ്റ്റ് മണിയും പറഞ്ഞു പോയവരിരുന്നിട്ടും ഇവനൊരു ടെസ്റ്റ് മണി വരാതിരുന്നപ്പോൾ ഉണ്ടായ ആ കുത്തും കണ്ട് എല്ലാ ചവിട്ടും തുപ്പലും ഏറ്റ് ആ 38-ാമത്തെ വർഷവും അവനൊരു ദൈവത്തിന്റെ വെളിപ്രവർത്തി ഉണ്ടായെങ്കിൽ അവനെയും കണ്ടിരുന്നതും അവനെ ആ വഴിയിൽ വെച്ചിരുന്നതും ദൈവത്തിനൊരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് അവനും അറിഞ്ഞില്ല, ആ സൃഷ്ടാവായ ദൈവം മാത്രമേ അറിഞ്ഞോളൂ. നീ ദൈവത്തെ വിളിച്ചിട്ടും നീ ആഗ്രഹിച്ചിട്ടും നീ പ്രാർത്ഥിച്ചിട്ടും അനേകരോട് പറഞ്ഞിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടി നിന്നെ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ്. You are a separate person. You are a different person. You have, God has a great plan about you. That's it. So അടുത്തൊരു ജീവിതത്തെ നോക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് വരാം. അബ്രഹാമിന്റെ ജീവിതത്തില് 75-ാമത്തെ വയസ്സിലാണ് തനിക്ക് വാഗ്ദത്തം ലഭിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. പക്ഷെ 25 വർഷത്തിന് ശേഷമാണ് തനിക്കൊരു മകനെ ദൈവം കൊടുക്കുന്നത്. ആ 25 വർഷത്തെ ജേർണി, ഇറ്റ് വാസ് നോട്ട് ഈസി വിത്ത് അബ്രഹാം. ആ ജീവിതത്തില് നമ്മൾ റോമാലേഖനം 4-ൽ പറയുന്നു, ആശയ്ക്ക് വിരോധമായി വന്നിട്ടും ആശയോടെ അവൻ വിശ്വസിച്ചു എന്ന്. ഹല്ലേലൂയ. അത് നമുക്കൊരു പാഠമാണ്. എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ വീരന്മാരുടെ പട്ടികയിൽ അബ്രഹാമിന്റെ പേര് കൊടുത്തെങ്കിൽ അതിൽ നമ്മളും വിശ്വസിക്കണം. അബ്രഹാം എന്താ വിശ്വസിച്ചത്? ഒരു കൈപ്പണിയല്ലാത്തൊരു ഭവനം ഉണ്ടെന്ന് അവൻ അന്നേ വെളിപ്പെട്ട് കിട്ടി. അതിൽ ഭാഗ്യം ലഭിച്ചത് നമുക്കാണ്. നമ്മളെന്ന റാണിയെ കുറിച്ചോ നമ്മളായിരിക്കുന്ന ഈ സൂമിലിരിക്കുന്ന എന്നെ കേൾക്കുവാൻ പോകുന്ന ജനത്തെക്കുറിച്ചോ ഒരു ഐഡിയയും അന്ന് അബ്രഹാമിന് ഇല്ല. പക്ഷെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇങ്ങനൊരു ജാതി ഉണ്ടാകുമെന്ന് അന്നേ അറിയാമായിരുന്നു. കാരണം എറ്റേണൽ ഹൗസിനെ കുറിച്ചും നിത്യതയെക്കുറിച്ചും യേശു കർത്താവിനെ കുറിച്ച് അറിയുക പോലും ഇല്ലായിരുന്നു അബ്രഹാമിന്. പക്ഷെ അവൻ ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇനിയും പറയുന്നത് വിശ്വസിക്കണം. there is a rapture, there is a judgment, there is a eternal house. നമുക്കത് മാത്രമേ കർത്താവ് തന്നിട്ടുള്ളൂ. അതിൽ നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ എത്ര പേരുടെ ശദ്രക്, മേശക്, അബേദ്നെഗോ ചില മണിക്കൂറുകൾ തീയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി. അപ്പോൾ നമ്മൾ മണിക്കൂറുകളെ കണ്ടു, ഒരു രാത്രിയെ കണ്ടു, 38 വർഷത്തെ കണ്ടു, 25 വർഷത്തെ കണ്ടു, 13 വർഷത്തെ കണ്ടു. മാർത്തയും ലാസറിന്റെയും ആ ജീവിത ചരിത്രത്തിലേക്ക് വരുമ്പോൾ 4 ദിവസത്തെയും കണ്ടു.
ഡിഫറെന്റ് കാറ്റഗറി, ഡിഫറെന്റ് അവസ്ഥ. നിങ്ങൾ ഇതിൽ ഏതിൽ ഉൾപ്പെടും? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിൽ ഏതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരുടെ ചിറകുകൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അവര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവരുടെ ചിറകുകൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഇരുന്നാൽ പറക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആയെങ്കിലേ പറക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ആ പറപ്പിക്കുവാനായി അതിങ്ങനെ ഇരിക്കുന്ന വിരലുകളെ താഴേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയാണ് പറക്കുന്നത്. പക്ഷെ ഇപ്പോഴേ എൻട്രി ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കുന്നത്. നിന്റെ വിരലിന്റെ അഭ്യാസത്തിനനുസരിച്ച്, സങ്കീർത്തനം 18 പറയുന്നുള്ളൂ, അഭ്യാസത്തിനനുസരിച്ച് ഇത് താഴേക്ക് വന്നിട്ട് പിന്നെ നീ ഒന്ന് വിടർത്തിയിട്ട് നീ ഒരു പറക്കും. ഹല്ലേലൂയ. പറന്നു കഴിഞ്ഞാൽ നീ എവിടേക്കാണ് പോകുന്നതെന്ന് നിനക്ക് തന്നെ അറിയത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? ഇതാണ് ദൈവത്തിന്റെ ദൗത്യം. നിങ്ങൾ അവനിൽ വിശ്വസിക്കണം. ആമേൻ. അവനോടുകൂടെ നിങ്ങൾ സന്തോഷിക്കണം. ഇത് നിങ്ങളെ വിചാരിച്ച് ആണ് ലാസറിനെ 4 ദിവസം മരിച്ച് നാറ്റം വെക്കാൻ ദൈവം അനുവദിച്ചത്. ചിലതിനെയൊക്കെ നാറ്റം വെപ്പിക്കുന്നത്. ഞാൻ ഈ ഷോൾഡർ പെയിൻ വന്നപ്പോഴ് ഒന്ന് ആഗ്രഹിച്ചു, ആരെങ്കിലും ഒന്ന് തൊട്ടിരുന്നെങ്കിൽ. എന്റെ ദൈവമേ, ആരെങ്കിലും ഒന്ന് തൊട്ടിരുന്നെങ്കിൽ. കർത്താവ് പറയണ, തൊട്ടാൽ നീന്റെ അഹങ്കാരം എനിക്കല്ലേ അറിയത്തുള്ളൂ. തൊട്ടാ അവിടെ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഒരു ദൗത്യത്തിനുള്ളതാണ്. നീ എൻ്റെ അടുത്തിരുന്ന് കുഞ്ഞ്. ഞാൻ പറയാം, എന്നാ ഒന്ന് തടവ്. ഓക്കെ, ഓക്കെ. നീ ആഗ്രഹിച്ചോ തൊടാൻ ആരെങ്കിലും ഒക്കെ? ആഗ്രഹിച്ച്. എന്തിനാ അത് പറഞ്ഞത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കരുതെന്ന്? അയ്യോ ശരിയാ, സോറി. നോ, ആരും വേണ്ട. എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുക, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, തൂക്കാം, വാരാം, എല്ലാം ഓക്കെ. അവനോട് കൂടെ പോയാൽ ബ്യൂട്ടിഫുള്ളാ. അതേസമയം മറ്റൊരു വ്യക്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അവർ നമുക്ക് ശത്രുക്കളാകും. എന്നാലും എന്നോടൊന്ന് ചോദിച്ചില്ലല്ലോ, എന്നാലും എന്നോടൊന്ന് സംസാരിച്ചില്ലല്ലോ, എന്നാലും എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചില്ലല്ലോ. വേണ്ട, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എത്ര പേരുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നീ മാത്രം മതിയെന്ന്? നീ മാത്രം മതിയെന്ന് പറഞ്ഞാലേ ഈ ജേർണി ഫ്രൂട്ട്ഫുൾ ആവത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാല്, നമ്മൾ മാനുഷിക കണ്ണുകൊണ്ട് അനേകരെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ നിൽക്കും. മാനുഷ്യ കണ്ണുകൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് തീയുടെ മിനിസ്ട്രിയാണ്. പ്രാകാരത്തിൽ നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? മനുഷ്യര് ഡോറിന്റെ, വലിയൊരു കൊട്ടാരത്തിന്റെ ഡോറിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആ പ്രാകാരം. നിന്റെ പ്രാർത്ഥന അത് ശക്തമാകുമ്പോൾ ആ ഡോർ അങ്ങ് തുറക്കും. പിന്നെ നീ വിശുദ്ധ ആ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറുമ്പോഴാണ് നിനക്ക് കാണാൻ പറ്റുന്നത്, മൈ ഗോഡ്, there is a സിംഹാസനം, there is a authority. ഹല്ലേലൂയ. പക്ഷെ നീ അവിടേക്ക് കയറി ഇരുന്നാലേ, നീ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രി ഓത്ത് ചെയ്ത് സൈൻ ചെയ്യാതെ പുള്ളി ഇനി പറയാണ്, ഗവൺമെന്റ് യുദ്ധം തുടങ്ങട്ടെ, ചീഫ് മിനിസ്റ്റർ മാറട്ടെ. എവിടെ ആരും കേൾക്കത്തില്ല. കാരണം നീ ഇരുന്നതുമില്ല, സൈൻ ചെയ്തതുമില്ല. ചെയ്ത് ഓത്ത് ചെയ്തിട്ട് നീ പറ, നിനക്കൊരു പവർ ഉണ്ട്. ഹല്ലേലൂയ. നീ പ്രാകാരത്തിൽ നിന്നും വിശുദ്ധ സ്ഥലത്തിരുന്നിട്ട് എഴുന്നേറ്റ് പോയാൽ ഒരു പരിപാടിയും ദൈവത്തിന് നിന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നീ ആ സിംഹാസനത്തിലോട്ടൊന്ന് ഇരിക്കണം. നിനക്ക് തന്ന അതോറിറ്റിയിലേക്ക് നീ ഒന്ന് കടന്നു വരണം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ദ ഹോളിയസ്റ്റ് പ്ലേസ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ എൻട്രി ചെയ്തിരിക്കുന്ന സ്ഥലത്ത്, ദ ഔട്ടർ കോർട്ടില് ഒന്നും സംഭവിക്കത്തില്ല, പ്രശ്നങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് പാസ്റ്റർ റാണി ആയി കഴിഞ്ഞപ്പോഴ് ഒറ്റ കട്ടൻ്റായിട്ട് പറയുന്ന ഒരു കാര്യം, നീ കിളികിളികിളികിളി പറയുന്നുവെങ്കിൽ നീ പ്രാകാരത്തിൽ നിൽക്കുന്ന വിശ്വാസിയാ. സെൻസ് ചെയ്യാൻ എളുപ്പമാ. നിങ്ങൾ സെൻസ് ചെയ്തോളൂ. അവരോട് പറയണം, നീ ഇപ്പോൾ പ്രാകാരത്തിലാണ് നിൽക്കുന്നത്. നീ വിശുദ്ധ സ്ഥലത്തേക്കൊന്ന് നോക്കിക്കേ. നീ ഒരു ദൈവ പൈതലല്ലേ? നിനക്കൊരു സോളുണ്ട്, നിനക്കൊരു ആത്മാവുണ്ട്. അതിന്റെ അകത്ത് വന്നിരിക്കുന്ന ഉടയവനെ നീ ഒന്ന് അറിയ്. നിന്റെ അനുഭവങ്ങൾ നിന്നെ ഔട്ടർ കോർട്ടിൽ നിന്നും ആ ബ്ലെസ്സിങ് ആയിട്ടുള്ള ആ അടുത്ത കോർട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. ഹല്ലേലൂയ. അപ്പൊ ഔട്ടർ കോർട്ടിൽ നിൽക്കുന്നവർ എന്ത് ചെയ്യണം? ആ ഹോളി പ്ലേസിലേക്ക് കയറണം. ഹോളി പ്ലേസിലേക്ക് സമ്മർദ്ദം മൂലം കയറുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒന്ന് കരയുവാനിടയാവും. That means you are sitting in the presence of Lord. Your spirit and God's spirit is become one spirit. Hallelujah. Then you will pray. ആ പ്രാർത്ഥനയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്.
ഈ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈലിനെ തേടിയാണ് ദൈവം ഈ ദിവസങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നത്. ദൈവത്തിന് ഒരു കാര്യമേ ഉള്ളൂ, നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനുണ്ട്. ലാസർ മരിച്ച് 4 ദിവസം അടക്കം വെച്ചതിന്റെ കാരണം ദിദിമോസിനോട് പറയണ, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മരണം ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമോ ദൈവം? നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വ്യക്തികളെ മരിപ്പിക്കുകയും ചില വ്യക്തികളെ നമ്മളിൽ നിന്ന് മാറ്റുകയും ചില നാശകരമായ ദുർഘടമായ ചീഞ്ഞ അവസ്ഥയിലൂടെ ഒരു ദൈവവൈതലിനെ ദൈവം കടത്തിവിടുമോ? ഒരു ദൈവ പൈതൽ കടന്നു പോകുന്നത് കൊണ്ട് മറ്റനേക ദൈവമക്കൾക്ക് ജീവൻ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ചെയ്യുമ്പോൾ അനേക ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, there is a purpose. ഹല്ലേലൂയ. ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആകാശം ഒരു ദിവസം മാറും, ഭൂമി ഒരു ദിവസം മാറും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്തെങ്കിലും ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പാസ്റ്റർ റാണി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഹല്ലേലൂയ. അതിന്റെ പുറകില് ഒരു ഉദ്ദേശം നിങ്ങൾ ചോദിച്ചാലല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. നിങ്ങൾ എന്നോട് പേഴ്സണലി ചോദിക്കണം, വൈ ആർ യു ഡൂയിങ് ദിസ് പാസ്റ്റർ? അപ്പൊ ഞാൻ പറയും, എന്റെ അപ്പന്റെ ഇഷ്ടത്തിന് അഗെയിൻസ്റ്റ് ആണ് ആ വ്യക്തികൾ. ദാറ്റ്സ് ഇറ്റ്. ഹല്ലേലൂയ. നിന്നെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ദൈവം തരുമ്പോൾ യേശു കർത്താവ് എല്ലാവരും പറയും, ക്ഷമിക്കുക, ഒന്നാവുക. അങ്ങനെ ഒരു പാറ്റേൺ ശുശ്രൂഷക്കാരന്റെ മുൻപിൽ വരുത്തില്ല. കാരണം യൂദാസ് തെറ്റു ചെയ്തുവെങ്കിൽ യൂദാസ് പോകേണ്ട വഴിക്ക് പോയേ പറ്റൂ. പൗലോസ് പലപ്പോഴും പറഞ്ഞു, അവർ നമ്മൾക്ക് ഇടർച്ചയായി നിൽക്കുന്നു, അവർ പോകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഇറങ്ങുന്നത്. When there is unity, there is Holy Spirit dwelling among us. Hallelujah. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെ കുറിച്ച് കണ്ടു. പത്രോസിന്റെ എന്താണ്, നമ്മുടെ ശിഷ്യന്മാര് 11 പേരും എങ്ങനെയൊക്കെയാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ആരെങ്കിലും കട്ടില് ഭാര്യയുടെ കയ്യില് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് മരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാമോ? 11 പേരും മരിച്ചത് മരണകരമായ പാശത്തിലൂടെ, ഡിഫറെന്റ് ടൈപ്പിലൂടെയാണ്. പൗലോസിന്റെ ഇത്രമാത്രം വെളിപ്പാടുകളോടുകൂടി 14 ലേഖനം എഴുതിയ പൗലോസ് ആ സ്വർഗത്തിലെ ദൈവത്തോട് ചേർന്നിരുന്ന മനുഷ്യനെ ദൈവം വിടുവിക്കാൻ പോയില്ല. നീ പോയേ പറ്റൂ, കാരണം നീ നിയറസ്റ്റ് എന്റെ അടുത്തിരിക്കണമെങ്കിൽ രക്തസാക്ഷികളാകണം. ഹല്ലേലൂയ. രക്തസാക്ഷികളാകണമെന്ന് പൗലോസിന് വെളിപ്പെട്ടത് കൊണ്ട് അദ്ദേഹം ആ മരണത്തിന് നിന്നു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം, ജീസസ് ഈസ് നോട്ട് എ ഗോഡ് എന്ന് പറയാം. പക്ഷെ അദ്ദേഹം ജീസസ് ഈസ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത്, പൗലോസ് കൂടാരത്തിൽ ഒരു കുടിലിൽ താമസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, പലരെയും ഉറപ്പിച്ചു, യേശു തന്നെ കർത്താവെന്ന് അവരെ പ്രബോധിപ്പിക്കുകയും അവരെ ഉറപ്പിക്കുകയും ചെയ്തു എന്നാണ്. കാരണം തനിക്കൊരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. നിനക്കൊരു കോൺഫിഡന്റ് ഉണ്ടായാൽ ആര് എതിരാളികൾ വന്നാലും നീ അതിൽ നിന്ന് മാറരുത്. എക്സാമ്പിൾ, ഇന്നലെ ഞാൻ പ്രധാനമന്ത്രിയെയും, വാട്ട് ഈസ് ഹിസ് നെയിം, രാജീവ് ഗാന്ധിയുടെ മോൻ, രാഹുൽ ഗാന്ധി, യെസ്, രാഹുൽ ഗാന്ധിയുടെയും പ്രധാനമന്ത്രിയുടെ ഒരു പാർലമെന്റിലെ ഒരു MP-മാരുടെ ഒരു സ്പീച്ച് ഞാൻ കാണുകയാണ്. പെട്ടെന്ന് എന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം, എന്തുമാത്രമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത്. രാഹുൽ ഗാന്ധി പറയാണ്, ഈ പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് എനിക്ക് ദൈവവുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന്. നിങ്ങൾ അത് കേട്ടോ? ആമേൻ. യു ഓൺലി സെഡ് യു ഹാവ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ഗോഡ്. യു സെഡ്. പ്രധാനമന്ത്രി നിങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ മന്ത്രിയോട് ഓപ്പോസിഷനിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി പറയാണ്, നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന്. ആണോ അല്ലയോ എന്ന് ചോദിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ മുഖം അന്നേരം എടുത്തു കാണിക്കുകയാണ്. പ്രധാനനായ മന്ത്രി, സ്ഥാനത്തിലിരിക്കുന്ന മന്ത്രി ഇരിക്കുകയാണ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇത് ഒപ്പോസിഷന് കുത്താനുള്ള സമയമാണ്, അതുകൊണ്ട് നീ മിണ്ടാതിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നീ പ്രധാനമന്ത്രിയാണ്, നിന്റെ കയ്യിൽ അധികാരമുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞാൽ കമാൻഡേഴ്സ് എല്ലാം കൂടെ വന്ന് രാഹുൽ ഗാന്ധി എടുത്തോണ്ട് പോകും. പക്ഷെ പറ്റുമോ? ഹല്ലേലൂയ. വ്യവസ്ഥയും അവസ്ഥയും പ്രധാനമന്ത്രിക്ക് നല്ലതായി അറിയാം. കാരണം
ഓപ്പോസിഷൻ ഇല്ലെങ്കിൽ നിനക്ക് ഭരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് രാജ്യഭരണമായിരിക്കണം. ഡെമോക്രാറ്റിക്കൽ കൺട്രിയില് ഓപ്പോസിഷൻ ഇല്ലെങ്കിൽ ആ സമ്മർദ്ദമാണ് നിന്നെ യഥാർത്ഥം. അല്ലെങ്കിൽ നീ സീറ്റിലിരുന്നോണ്ട് ഞെളിയും, സീറ്റിലിരുന്നോണ്ട് റോങ് ചെയ്യും. ഓപ്പോസിഷൻ വെൻ കം യു ആർ അലേർട്ട്. പാമ്പിനെ പോലെ വിവേകിയും പ്രാവിനെ പോലെ പാമ്പിനെ പോലെ വിവേകിയും പ്രാവിനെ പോലെ നിഷ്കളങ്കവുമായി നിനക്ക് മുന്നോട്ട് പറക്കാൻ സാധിക്കും. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. സോ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ ഒന്നുകൂടെ ഒരാൾ വായിച്ചാട്ടെ. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. യെസ്, ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ഡിസൈപ്പിൾസിനോട്, നിങ്ങളോട് പറയണം. നിങ്ങൾ ആരും നോർമൽ ആളുകൾ, എല്ലാവരും ഡിസൈപ്പിൾസ് ആണ്. കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരാകാൻ എല്ലാ ക്വാളിറ്റീസും ഉള്ളവരാണ് നിങ്ങൾ. നിങ്ങളോട് പറയാണ്, തികഞ്ഞ പുരുഷത്വം കാണിക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾ ധൈര്യപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് താമസം വരുന്നുവെങ്കിലും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. നിങ്ങൾ ക്രിസ്തുവിൽ തന്നെ കേന്ദ്രീകരിക്കുക, നിങ്ങൾ അവനിൽ തന്നെ വിശ്വസിക്കുക, നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. മറ്റുള്ള മനുഷ്യരെ ഒന്നും നിങ്ങൾ ശബ്ദം കേൾക്കരുത്. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾ പോകുന്നുവെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളെ അവസാനം വരെ എത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം തന്നെയാണ് ദിദിമോസിലൂടെ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ മരിക്കേണ്ടവരാണ്. ഈ ജീവിതത്തിൽ നമ്മൾ എവരിഡേ മരിക്കേണ്ടവരാണ്. നിത്യമായ എന്നേക്കുമായ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. നമ്മൾ മരിച്ചു, ഇനി നമ്മൾ പോകാം, എഴുന്നേൽക്കുക, പോകാം. നമുക്കൊരു യാത്രയുണ്ട് ക്രിസ്തുവിനോടൊപ്പം. ആ ക്രിസ്തുവിനോടൊക്കെയുള്ള യാത്രയിൽ നിന്റെ വിശ്വാസത്തിന്റെ ശോധന ഭയങ്കരമായിരിക്കും. എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും, എല്ലാവരും നിന്നെ ത്യജിക്കും. പക്ഷേ അപ്പോഴും നീ നോക്കണം, യേശു കർത്താവിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? പൗലോസിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ നീ മിണ്ടാതെ ഇരിക്കണം. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഞാനൊരു യഥാർത്ഥ ശിഷ്യനാണെന്ന്? ഞാനൊരു ശിഷ്യനാണെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ, നിങ്ങളെ ഇന്ന് സമർപ്പിച്ചാട്ടെ. ആ ദൗത്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നുവെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ ചില മരണകരമായ സിറ്റുവേഷനുകൾ വരും. പ്രാർത്ഥന ലഭിക്കാത്ത പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അവിടെയൊന്നും നിങ്ങൾ തള്ളിപ്പറയാൻ നിൽക്കരുത്. അവനിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിനക്കുറപ്പുണ്ടെങ്കിൽ നീ മിണ്ടാതെ ഇരുന്ന് ദൈവമെന്ന് അറിയുക. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ദർശനത്തിന് ഒരു അവധിയുണ്ട്, ഒരു സമാപ്തിയിലേക്ക് വരുന്നു. അത് വരും നിശ്ചയമേ. നിന്നോട് ദൈവം ഏൽപ്പിച്ചതിനെ നീ ചെയ്യുക. ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കുക. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ തളർന്നു പോകുകയില്ല, ക്ഷീണിച്ചു പോകുകയില്ല. അവർ ചിറകടിച്ചു ഉയരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദർശനത്തിന്റെ അവധിക്കായി കാത്തിരിക്കുന്ന ദൈവപൈതലേ, ആ ദർശനം ദൈവത്തിന്റെ ഇഷ്ടത്തിനായിരിക്കട്ടെ, ദൈവത്തിന്റെ സമയത്തിനായിരിക്കട്ടെ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദൗത്യത്തെ ചെയ്തുകൊണ്ട് മുന്നോട്ട് ഓട്ടക്കളത്തിൽ ഓടുക. നിന്റെ താലന്തുകളെ വർദ്ധിപ്പിക്കുക. നീ കുനിയുവാൻ പിശാച് ആഗ്രഹിക്കും, പക്ഷെ കുനിയുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം നീ നിലം പരിചാതെ കാക്കുന്ന ഒരു കരമുണ്ട്. ശദ്രക് മേശക്ക് ചില മണിക്കൂറുകൾ തീയുടെ അവസ്ഥയിലൂടെ പോയെങ്കിലും നാലാമനായി ഇറങ്ങിയ ഒരു സർവശക്തനുണ്ട്. ദാനിയേൽ സിംഹക്കൂട്ടിലെ ഇട്ടുവെങ്കിലും ദാനിയേലിന്റെ കൂടെ ഇരുന്നൊരു ദൈവകരമുണ്ട്. രാജകീയ പുരോഹിത വർഗമായ സിംഹത്തിൻ ഗോത്രത്തിൽ ജനിച്ച ദാവീദ് ഗോത്രത്തിൽ ജനിച്ച സർവശക്തനായ ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ നിലംപരിചായില്ല. ഹല്ലേലൂയ. ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവം, സർവശക്തനായ ദൈവം, അബ്രഹാമിനോട് കൂടെ ഇരുന്ന ദൈവം, വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവം അബ്രഹാമിനോട് കൂടെ ഇരുന്നുവെങ്കിൽ, മോശയോട് കൂടെ ഇരുന്നുവെങ്കിൽ, സാറയോട് കൂടെ ഇരുന്നുവെങ്കിൽ, ദാനിയേലിനോട് കൂടെ ഇരുന്നുവെങ്കിൽ, ശദ്രക് മേശക്കിനോട് കൂടെ ഇരുന്നുവെങ്കിൽ, ആ തളർവാദ രോഗിയോട് കൂടെ 38 വർഷമായി ഇരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ദൗത്യം ലാസർ മരിച്ചുവെങ്കിൽ നീ ഭയപ്പെടണ്ട. ഈ മറിയാണ് യേശു കർത്താവിന്റെ തലയിൽ എണ്ണയൊഴിക്കുവാൻ അവൾക്ക് അവളുടെ ഹൃദയത്തിൽ വന്ന ആഴം, ആ ഡെപ്ത് ഭയങ്കരമായിരുന്നു. ചിലർ മനുഷ്യ കണ്ണുകളാലെ നോക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്നു, ആത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അകത്തെ കണ്ടുകൊണ്ട് വിഷയങ്ങളെ കാണുക. മറിയോ സകലവും സംഗ്രഹിച്ചു.
അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്തയോ പലതിനെ ചൊല്ലി വിലപിച്ചു. മാർത്ത ഈ ഭൂമിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മറിയ ആത്മീയ മർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈവൻ ദോ വി വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് വി വിൽ നോട്ട് ഫിയർ എനി ഈവിൽ. കാരണം അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. മോശ ഇരുളിലേക്ക് അടുക്കേക്ക് ചെന്നു, എന്നാൽ ജനം ഓടിപ്പോയെന്നാണ്. ഇരുളിന്റെ അകത്താണ് ഗ്ലോറി വെളിപ്പെടുന്നത്. നീ എത്രമാത്രം ഇരുളിന്റെ അവസ്ഥയിലൂടെ പോകുന്നു, അത്രമാത്രം നിന്നിലൂടെ ഗ്ലോറി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നിന്നെ ഏൽപ്പിച്ച ദൗത്യം മോശയെ നീ ലീഡറായി മുന്നിലേക്ക് പോകുമ്പോൾ അനേക ലീഡർമാരെ എഴുന്നേൽപ്പിക്കുവാൻ അതങ്ങനെ തന്നെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിലും കർത്താവ് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ലെറ്റ് മൈ പീപ്പിൾ ഗോ. ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. ലീഡർഷിപ്പിലേക്ക് അവർ വരട്ടെ. 5-fold മിനിസ്ട്രിയിലേക്ക് ദൈവദാസികൾ, ദാസന്മാരായ സ്ത്രീകളും പുരുഷന്മാരും എഴുന്നേൽക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ വചനത്താൽ പുതിയതായി ജനിക്കുമ്പോൾ സ്ത്രീയുമില്ല പുരുഷനുമില്ല. ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനുമില്ല. ശുശ്രൂഷയിൽ സ്ത്രീയും പുരുഷനുമില്ല. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളെയും അകത്തെ കണ്ണുകൊണ്ട് കാണുവാൻ നിന്റെ ജനത്തെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു തലത്തിലേക്ക് നിന്റെ ജനം പോകട്ടെ. കർത്താവിന്റെ വരവടുത്തിരിക്കുമ്പോൾ സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർത്തുകൊണ്ട് ആമേ ലോകത്തെ ജയിക്കുന്നവരായി, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നിങ്ങളുടെ വിശ്വാസങ്ങൾ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ക്രൂശുകളെ ചുമക്കുവാൻ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവിക ദർശനങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവിക വെളിപ്പാടുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. ഏത് ക്രൂശിനെയും ചവിട്ടിക്കൊണ്ട് കർത്താവിന്റെ ക്രൂശിനോട് ചേർന്നുകൊണ്ട് ഓട്ടക്കളത്തിൽ നിങ്ങൾ ഓടുമ്പോൾ, ഓഹാമേ പൗലോസ് പറഞ്ഞതുപോലെ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുവാൻ ഭക്തന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെയും പേരുകൾ ചേർക്കപ്പെടട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.